രേണുസുതിയെ നിങ്ങൾ ഒരുപാട് കളിയാക്കി, ഒരുപാട് ട്രോളി, ഒരുപാട് അവരെ വലിച്ചു കീറി ചുമരിലൊപ്പിച്ചു. പക്ഷെ അവരുടെ അതിജീവനത്തിന്റെ ആ അവസ്ഥ അല്ലെങ്കിൽ ആ കഥകള് നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. ഒരുപാട് ആളുകൾ ഈ രേണുസുതിയെ വെച്ച് കാശുണ്ടാക്കി, അവരുടെ ആ വൈറൽ സെറ്റിൽമെന്റ് ഒരുപാട് ഉപയോഗിച്ചു. ഒരുപാട് ആൾക്കാർ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി. ആ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയ ആളുകളെല്ലാം തന്നെ ഇപ്പോ അവർക്കൊരു വലിയ അസുഖത്തിന്റെ പിടിയിലാണ്. അവർ കൂടെ നിൽക്കേണ്ട സമയമാണ് ഇപ്പോൾ. നിങ്ങൾ ഉണ്ടാക്കേണ്ട കാശിന്റെ ഒരു ശതമാനമെങ്കിലും അവർക്ക് തിരിച്ചു കൊടുത്ത് അവരോട് മാപ്പ് പറയണം. ഞാൻ 2 വീഡിയോ ഈ രേണുസുതിയെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഈ 2 വീഡിയോയും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത വീഡിയോകളാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവർക്കൊരു അതിജീവനത്തിന്റെ ഒരു അവസ്ഥയുണ്ട് എന്ന് എനിക്ക് സ്വയം തോന്നിയത് കൊണ്ടാണ്. അവരുടെ വീഡിയോസ്, അവർക്ക് നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു, വൾഗറിറ്റി ഉണ്ടായിരുന്നു, നമുക്ക് കളിയാക്കാൻ പറ്റുന്ന തരത്തിലുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവരുടെ അവസ്ഥ, ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ഭർത്താവ് മരിച്ചു പോകുമ്പോൾ സ്വന്തമായിട്ട് കിടക്കാൻ ഒരു വീടോ സാമ്പത്തികമായ ഭദ്രതയോ ഇല്ലാതെ ആ സെലിബ്രിറ്റി ആയ ഹസ്ബൻഡ് മരിച്ചു പോകുമ്പോൾ അതിനുശേഷം അവരുടെ അതിജീവനം എങ്ങനെയാണ് എന്നുള്ളത് നമ്മളും കൂടി ചിന്തിക്കണം. നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കാം, കളിയാക്കാം, പക്ഷേ അവർക്ക് അതിജീവനത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് തോന്നിയാൽ നമ്മൾ അതിൽ നിന്ന് പിന്തിരിയണം. അവരുടെ അസുഖം എത്രയും പെട്ടെന്ന് തന്നെ മാറട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം അവർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക.